എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. 2026 ജനുവരി മാസം മുതലുള്ള ജ്യോതിഷ ഫലമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരു വർഷത്തെ ഫലസിദ്ധി പറയുന്ന ഒരുപാട് പേരുടെ ചാനലുകൾ ഉള്ളതായിട്ട് നമുക്കറിയാം. പക്ഷേ ഒരു വർഷത്തെ ഫലസിദ്ധി പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലസിദ്ധി ഉള്ളതായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം സൂര്യൻ്റെ രാശിമാറ്റം, ബുധൻ്റെ ശുക്രൻ്റെ രാശിമാറ്റമൊക്കെ ഓരോ മാസങ്ങളിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വ 2.5 മാസത്തിനകത്ത് വെച്ച് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ജൂൺ മാസം 2-ാം തീയതിയോടുകൂടി വ്യാഴം കർക്കിടകൻ രാശിയായ ഉച്ചരാശിയിലേക്ക് തിരികെ പ്രവേശിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വരുന്ന 2026 എന്ന് പറയുന്ന വർഷം. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും, രാഹു ശനി കേതു ഗ്രഹങ്ങൾക്കൊന്നും മാറ്റമില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും 2026 ജനുവരി മാസം മുതലുള്ള ഒരു ജ്യോതിഷ ഫലം എന്ന് പറയുന്നത് പലർക്കും വരുമാന നേട്ടം ഉണ്ടാവുക. ആദ്യത്തെ ഒരു ഫലസിദ്ധി നോക്കിയതിൽ കാണുന്നത് ധനപരമായിട്ടുള്ളൊരു മാറ്റം, ഒരു പുരോഗതി, ഒരു ഐശ്വര്യം വന്നു ചേരുന്നൊരു വർഷമായിട്ട് നമ്മൾ നോക്കിയെടുത്തോളം ഓരോരുത്തരെയും ഓരോ രീതിയിലാണത് ബാധിക്കുന്നത്. രണ്ടാമത് കടബാധ്യത വിട്ടൊഴിഞ്ഞു മാറാനുള്ള ഒരു വഴി തെളിഞ്ഞു വരിക. നമ്മൾ ഏറെ കാലമായിട്ട് നടക്കാതിരിക്കുന്ന പല കാര്യങ്ങളും നടന്നു വരുന്ന ഒരു വർഷം, ഒരു തുടക്കം അങ്ങനെയാണ് നോക്കിയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം, തൊഴിൽ കിട്ടാതിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ നേടുക, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രമോഷൻ്റെ സാധ്യത വരിക. ഇങ്ങനെ ഉള്ള ഒരു 100 കൂട്ടം അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി വരുന്നൊരു വർഷം 2026 നമുക്കെടുക്കാം. ഇതിൻ്റെ കാരണം പ്രധാനമായിട്ട് പറയുന്നത് വ്യാഴം 12 വർഷത്തിലൊരിക്കൽ നേരത്തെ ഉച്ചരാശിയിൽ വന്നെങ്കിലും ഒരു വർഷത്തോളം ഇനി വരുന്ന 2026 ജൂൺ മാസം 2 മുതൽ ഒരു വർഷത്തോളം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വരുന്നു. ഇനി അവിടുന്ന് ഒരു വർഷം കഴിയുമ്പോൾ ആൾ തിരികെ പോകുമ്പോഴും 12 വർഷം കഴിയും വീണ്ടും തിരിച്ച് നമുക്ക് വരാനായിട്ട്. അപ്പോൾ ഈ 2026 ഒരു ഗുണകരമായിട്ടുള്ളൊരു വർഷമായിട്ട് നമുക്ക് കാണുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് പൊതുവെ പറയാനുള്ളത്. ആദ്യമേ നമ്മൾ പറഞ്ഞു, വരുമാനത്തിൽ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഒരു പുരോഗതിയിൽ ഒരു നല്ല മാറ്റം വരുന്നൊരു വർഷമായിട്ട് 2026 അടിവരയിട്ട് എഴുതി വെക്കുക. അതിൻ്റെ വിശദമായിട്ടുള്ളൊരു ഫലസിദ്ധിയാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാലുകാരായിട്ടുള്ളത് നിങ്ങൾ മേടക്കൂറ്, ഇതാണ് മേടക്കൂറ് വരുന്നത്. അതുപോലെ തന്നെ അശ്വതി ഭരണി കാർത്തിക കാല്, കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്നവർ ഇടവക്കൂറ്. അതുപോലെ തന്നെ കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്ന ഇടവക്കൂറ്, മകേരത്തിൻ്റെ അര തിരുവാതിര, പുണർത്തത്തിൽ മുക്കാല് വരുന്ന മിഥുനം, പുണർത്തത്തിൽ കാല് പൂയ ആയില്യം വരുന്ന കർക്കിടകം, അതുപോലെ തന്നെ മകം പൂര ഉത്തരത്തിൽ കാല് വരുന്ന ചിങ്ങം, ഉത്തരത്തിൻ്റെ മുക്കാലും മത്തവും ചിത്തിരയരയും വരുന്ന കന്നിക്കൂറാണിത്. ചിത്തിരയരയും ചോദ്യം വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറാണ് ഇത്. വിശാഖത്തിൻ്റെ കാല് അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികക്കൂറ്. അതുപോലെ തന്നെ മൂലം പൂരാട് ഉത്രാടത്തിൻ്റെ കാല് വരുന്ന ധനുക്കൂറ്. ഉത്രാടത്തിൻ്റെ മുക്കാല് ഉത്രാടത്തിൻ്റെ മുക്കാല് തിരുവോണം അവിട്ടത്തിൻ്റെ അര വരുന്ന മകരക്കൂറ്. അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാല് വരുന്ന കുംഭക്കൂറ്. പൂരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി വരുന്ന മീനക്കൂറ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഫലസിദ്ധി പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നിവിടെ കറണ്ടില്ല, ഇച്ചിരി ചൂടുണ്ട്, AC പ്രവർത്തിപ്പിക്കുന്നില്ല. നമുക്ക് ഇന്ന് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പേര് ഇതിൻ്റെ ഫലസിദ്ധി പറയണം എന്ന് പറഞ്ഞതുകൊണ്ടും ഇന്നെടുക്കുന്ന ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് പെട്ടെന്നാണ് ഇന്ന് ജ്യോതിഷം പറയാൻ പോകുന്നത്. എൻ്റെ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന 2026 ജനുവരി 1 എന്ന് പറയുന്നത് നമ്മൾ മകരമാസം 15-ാം തീയതിയോടുകൂടി സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കുന്ന മാസത്തെയാണ് മകരമാസം എന്ന് പറയുന്നത്. അപ്പം മകരമാസം മുതലുള്ള ഒരു ജ്യോതിഷ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ കാരണം പുതുവർഷം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകത, സൂര്യൻ്റെ പ്രവേശം വരുന്ന രാശിയാണ് ഇത്. അപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് മാറുന്ന 2026 ജനുവരി 15-നെ മാറത്തുള്ളൂ. അതുവരെ ഇദ്ദേഹം ധനുവിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം മകരക്കൂറുകാർക്ക് പൊതുവിലുള്ള സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജാതകപ്രകാരം കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു 6 മാസമാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉള്ളത്. 2026 ജൂൺ മാസം 2 വരെയുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്ക് പൊതുവെ ദോഷകരമായിട്ടായിരിക്കും ആദ്യമായിട്ട് പറയാനുള്ളത്. ഉത്രാടത്തിൻ്റെ മുക്കാല് തിരുവോണം അവിട്ടത്തര വരുന്നവർക്കുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ധനസ്ഥാനമായിട്ടുള്ള 2-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുകയും കുടുംബസ്ഥാനമായിട്ടുള്ളിടത്ത് ശനി, 4-ാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്ത് ആരുമില്ല, മനസ്ഥാനം സന്താന സ്ഥാനമായിട്ടുള്ള 5-ാം ഭാവത്തിൽ ആരുമില്ല,
വ്യാഴം ശത്രുസ്ഥാനത്തും രോഗസ്ഥാനത്തും നിൽക്കുന്ന 6 മാസമാണ് നമുക്ക് ഈ വരുന്ന 2026 ജനുവരി കാലം എന്ന് പറയുന്നത്. അപ്പോൾ കർക്കിടകം 7ാം ഭാവത്തിൽ ഐശ്വര്യസ്ഥാനം, ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല. അഷ്ടമരാശിയിൽ കേതു, 9ൽ ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല. കർമ്മരാശിയിൽ ശുക്രനാണ്, അവിടെ ഇപ്പോൾ ആരുമില്ല. ലാഭസ്ഥാനത്ത് ശുക്രനും ബുധനും, സൂര്യനും ചൊവ്വയും 12ൽ. പുതുവർഷം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫലസിദ്ധി എന്താണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. മകരക്കൂറുകാരുടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഫലസിദ്ധി നേരത്തെ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് ഇന്ന് പറയുന്നത്. ഒരുപാട് നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോ പ്രകാരം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അപ്പം നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്ന മകരക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ആദ്യ പകുതി പലവിധത്തിലുള്ള ധനനഷ്ടം, അലച്ചിൽ, മനക്ലേശം, സ്വസ്ഥതക്കുറവ്, ഈശ്വരാധീനക്കുറവ്, ധനതടസ്സം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ആപത്തുകളും വന്നു ചേരാം എന്നുള്ളതാണ് 2026 ജൂൺ മാസം വരെയുള്ള, ജൂൺ 2 വരെയുള്ള ഫലസിദ്ധി. നേരെ ജൂൺ 2 അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥകളിൽ നല്ല രീതിയിലുള്ള മാറ്റം വന്നു ചേരുന്നതായിട്ടാണ് രണ്ടാമത്തെ പകുതി. അതായത് 6 മാസം നല്ലതും 6 മാസം മോശവും. ആദ്യത്തെ പകുതി 6 മാസം നമുക്ക് ഗുണകരമല്ലെന്നും, അവിട്ടത്തിൻ്റെ അര, ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം അവിട്ടത്തര വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഈ പറഞ്ഞ ഒരു ഫലസിദ്ധിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നവർ കാണും, ഉദ്യോഗാർത്ഥികൾ കാണും, അതുപോലെ തന്നെ തൊഴിൽ തേടാൻ വേണ്ടി ശ്രമിക്കുന്നവർ കാണും, തൊഴിലുള്ളവരുണ്ടാകും, വിരമിച്ചവരുണ്ടാകും. അപ്പം ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെയും ഫലസിദ്ധി നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും അവസ്ഥാന്തരമായിട്ട് നമുക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വെച്ചുകൊണ്ടും രാഹുകേതുക്കളുടെ സ്ഥിതി വെച്ചുകൊണ്ടും 11ൽ നിൽക്കുന്ന ലാഭസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഒരു സ്ഥായിയായ ഒരു മാറ്റമല്ല. അടുത്ത മാസം മുതൽ ഇവരിങ്ങോട്ട് മാറും. ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കിന് ഇവരിങ്ങോട്ട് മാറും. സൂര്യൻ ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു സൂര്യൻ ബുധൻ ചൊവ്വ, സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ, അതുപോലെ തന്നെ ചന്ദ്രൻ ഗുളികൻ, ഈ 4 ഗ്രഹങ്ങളെയും നമുക്ക് എപ്പോഴും ഒരേ രാശിയിൽ കാണാൻ പറ്റത്തില്ല. അവരുടെ രാശി മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആദ്യത്തെ 6 മാസത്തെ ഫലസിദ്ധി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മുടെ ജാതകപ്രകാരം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമുക്ക് അസൂയാലുക്കളിൽ നിന്നും നമുക്ക് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. നമുക്ക് ചതി പറ്റാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായിട്ടുള്ള നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ദേഷ്യം, അഹങ്കാരം, അതുപോലെയുള്ള നമുക്ക് പലവിധത്തിലുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്തുചാടിയുള്ള വർത്തമാനങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കണം. ആർഭാടം, ആഡംബരം പോലുള്ള കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കണം. അതുപോലെ തന്നെ നമുക്ക് 6 മാസം കഴിഞ്ഞ് ജൂൺ മാസം മുതൽ സാമ്പത്തിക അഭിവൃദ്ധി, പലവിധത്തിലുള്ള ഗുണങ്ങളും വന്നു ചേരുക. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു ചേരുക. വിവാഹ തടസ്സം നടക്കുന്ന യുവാക്കളുടെ വിവാഹം നടക്കുന്നതിനുള്ള കാര്യങ്ങൾ വരിക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഉന്നതി, അഭിവൃദ്ധി, ആഗ്രഹം പോലുള്ള എല്ലാ കാര്യങ്ങളും വരിക. അതുപോലെ തന്നെ കൃഷി, വ്യവസായം, ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് പുരോഗതി ഉണ്ടാവുക. അതുപോലെ തന്നെ ഏതൊരു കാര്യവും, നിങ്ങൾ വക്കീലാകാം, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, കൂലിപ്പണിക്കാരനാകാം, പ്ലംബിംഗുകാരനാകാം, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ ജൂൺ മാസം മുതൽ അങ്ങോട്ട് അഭിവൃദ്ധിയുടെ സമയമാണെന്നും, പലവിധത്തിലുള്ള സാക്ഷാത്കാരങ്ങളും നടക്കാതിരിക്കുന്ന പല കാര്യങ്ങളും നടന്നു വരുമെന്നും, അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനലബ്ധിയും ഉന്നതിയായിട്ടുള്ള സാമ്പത്തിക പുരോഗതിയും വന്നു ചേരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 6 മാസം നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ വിഷ്ണു പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിക്ക് പൂജ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക, നാഗദൈവ പ്രീതി കുടുംബത്ത് വരുത്തുക. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് മകരക്കൂറുകാരെ കുറിച്ച് പറഞ്ഞത്. അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം അവിട്ടത്തര വരുന്ന ഇത്രയും പേരുടെ കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ ദോഷവും പറഞ്ഞു, ദോഷപരിഹാരവും പറഞ്ഞു, ഗുണവും പറഞ്ഞു. അടുത്തായിട്ട് നമ്മൾ മേടൻ രാശിയിലോട്ട് വരികയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാല് വരുന്ന മേടക്കൂറുകാരുടെ പൊതുവിലുള്ള ജൂണിലെ ഈ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ വരുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ലഗ്നമല്ല, ലഗ്നത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വെച്ചേക്കണം. പൊതുവേ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഓരോരുത്തരും സമയമുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു ഉപകാരപ്പെടുന്ന ഒരു ജ്യോതിഷമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങളും നിങ്ങൾക്ക് ആരാണ് എന്നുള്ളത് നിങ്ങളൊരു ചാർട്ട് തയ്യാറാക്കി വെക്കണം. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഗ്രഹം നമുക്ക് വ്യാഴമാണ്. നമ്മുടെ ജാതകപ്രകാരം വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നു, ഇത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഗുണമായിട്ട് നിൽക്കും. വ്യാഴം പ്രതികൂലിച്ചാണ് നിൽക്കുന്നതെങ്കിൽ മഹാവിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമം പോലുള്ള പൂജകളും ബ്രാഹ്മണദാനങ്ങളും അതുപോലുള്ള കർമ്മങ്ങളും ഒക്കെ ചെയ്ത് അത് പ്രീതിപ്പെടുത്തി കൊണ്ടുവരണം. അപ്പം ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. അശ്വതി, ഭരണി, കാർത്തിക കാല് വരുന്നവർക്ക്, ചന്ദ്രൻ ഇവിടെ വരുന്ന മേടക്കൂറുകാർക്ക് ഇപ്പം നമ്മൾ പറയുവാണ് അവരുടെ ഇതിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചന്ദ്രലഗ്നത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ഇപ്പോൾ ദാണ്ട് ഈ ആൾ ഭാഗ്യസ്ഥാനത്താണ് അവർക്ക് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ചന്ദ്രൻ ആരാണ്? നിങ്ങളുടെ ലഗ്നത്തിൻ്റെ അധിപനും ചന്ദ്രലഗ്നത്തിൻ്റെ അധിപനും
അഷ്ടമത്തിൻ്റെ ആധിപത്യവും വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുന്നു. അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ. ഇങ്ങനെ ഓരോരുത്തരുടെയും പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. പക്ഷെ നിങ്ങൾക്കത് പറഞ്ഞു വരുമ്പോൾ സമയങ്ങൾ ഒരുപാട് പോകും. എങ്കിലും ഞാൻ പറയാം, അടുത്ത ഇവിടുത്തുകാരുടെ കാര്യം പറയുന്നു. നിങ്ങൾക്ക് ശുക്രൻ ആരാണ്? ധനത്തിൻ്റെ അധിപനും ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെ അധിപനുമാണ് മേടക്കൂറുകാർ. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. ധനത്തിൻ്റെ അധിപനും ഭാഗ്യത്തിൻ്റെയും, ഭാഗ്യമല്ല ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഈ ശുക്രൻ നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്നത് അഷ്ടമരാശിയിലാണ്. കണ്ടോ? 3, 6, 8, 12 ഭാവങ്ങളിൽ പോകുന്ന ഗ്രഹങ്ങളുടെ ഫലദാന ശേഷി കുറയും. 3, 6, 8, 12 ഭാവങ്ങളിൽ പോകുന്ന ശുഭഗ്രഹങ്ങളുടെ ഫലദാന ശേഷി കുറഞ്ഞു നിൽക്കും. അപ്പോൾ ശുഭഗ്രഹങ്ങളായിട്ടുള്ള ശുക്രൻ നിങ്ങൾക്ക് ഇപ്പോൾ അഷ്ടമരാശിയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥാനത്തിൻ്റെ അധിപനായ ബുധനാണ്. 3-ാം ഭാവം കുടുംബസ്ഥാനം. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം ബുധൻ നിങ്ങൾക്ക് 6-ാം ഭാവാധിപനുമാണ്. ശത്രുവും രോഗത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ബുധനെന്നും 3-ാം ഭാവം കുടുംബത്തിൻ്റെ ആധിപത്യം, ഇളയ സഹോദരന്മാരുടെ ആധിപത്യവും വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. ബുധൻ ഇപ്പോൾ നമുക്ക് എവിടെ നിൽക്കുന്നു? അതും അഷ്ടമരാശിയിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചന്ദ്രൻ ആരാണ്? 4-ാം ഭാവത്തിൻ്റെ അധിപനാണ്. ഒറ്റ ആധിപത്യമേ ഉള്ളൂ ചന്ദ്രന്. നിങ്ങൾക്ക് 4-ാം ഭാവം ഗൃഹത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം. അത് നമുക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹമാണ് എപ്പോഴും. അതുകൂടാതെ സൂര്യൻ നിങ്ങൾക്ക് ആരാണ്? മനസ്സിൻ്റെയും സന്താനത്തിൻ്റെ അധിപനാണ് സൂര്യൻ. സൂര്യൻ 12-30 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പോകും. 12 മാസം കൊണ്ട് ഒരു കറക്കം കറങ്ങും. അപ്പോൾ നിങ്ങളുടെ സന്താനത്തിൻ്റെയും മനസ്സിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം ആരാണ്? സൂര്യനാണ്. അടുത്തത് നിങ്ങൾക്ക് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശുക്രനും പറഞ്ഞു കഴിഞ്ഞു, ചൊവ്വയും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾക്ക് ആരാണ്? വ്യാഴം. 12ൻ്റെയും ഭാഗ്യത്തിൻ്റെ അധിപൻ. 12 എന്ന് വെച്ചാൽ നഷ്ടസ്ഥാനം, നാശസ്ഥാനം, വിദേശസ്ഥാനത്തിൻ്റെ അധിപൻ വരുന്ന ഒരാളാണ് ആര്? വ്യാഴം. ഭാഗ്യത്തിൻ്റെ അധിപനും കൂടാണ് വ്യാഴം. ഇതിപ്പോൾ എവിടെ നിൽക്കുന്നു? നിങ്ങൾക്ക് 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ജൂൺ മാസം 2 മുതൽ നിങ്ങൾക്ക് 4-ാം ഭാവമായിട്ടുള്ള കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നു. ഇതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശനി ആരാണ്? ലാഭത്തിൻ്റെ അധിപനും കർമ്മത്തിൻ്റെ അധിപനുമാണ് മേടക്കൂറുകാർക്ക്. ഇപ്പം മനസ്സിലായല്ലോ. ഇപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം മേടത്തിൻ്റെ അധിപൻ ചൊവ്വയും ഇടവത്തിൻ്റെ അധിപൻ ശുക്രനും ഇതിൻ്റെ അധിപൻ ബുധനും ഇതിൻ്റെ അധിപൻ ചന്ദ്രനും ഇതിൻ്റെ അധിപൻ സൂര്യനും ഇതിൻ്റെ അധിപൻ ബുധനും ഇതിൻ്റെ അധിപൻ ശുക്രനും ഇതിൻ്റെ അധിപൻ ചൊവ്വ, ഇവിടുത്തെ അധിപൻ വ്യാഴം, ഇതിൻ്റെ അധിപൻ വ്യാഴം, ഇത് രണ്ടിൻ്റെ അധിപൻ ശനി. അപ്പോൾ ഇടവക്കൂറുകാർ മനസ്സിലാക്കണം, നിങ്ങളുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇവിടെ ആയിരിക്കും. കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തിൻ്റെ അര വരുന്ന ചന്ദ്രൻ ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ മേടത്തൂരിൻ്റെ പറയാൻ പോവുകയാണേ. ഇതൊന്ന് പറഞ്ഞതിന് ശേഷം, ഇത് നിങ്ങൾക്ക് വലിയൊരു പോയിന്റാണ്. ഈ ജ്യോതിഷത്തിൽ ഇങ്ങനെ ആരും പറഞ്ഞു തരുന്ന ഒരു കാര്യമല്ല അത്. കാര്യം ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജ്യോതിഷത്തിൻ്റെ ഒരാളുടെ ഫലം പറയുന്ന വീഡിയോ കേൾക്കേണ്ടി വരത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഫലം. നിങ്ങളുടെ ചന്ദ്രൻ ലഗ്നാധിപൻ ആരാ? ശുക്രനാണ്. നിങ്ങളുടെ ധനത്തിൻ്റെ അധിപൻ ആരാണ്? ബുധനാണ്. മനസ്സിൻ്റെയും സന്താനത്തിൻ്റെ അധിപനും ഒരേ ആൾ തന്നെയാണ്. ധനത്തിൻ്റെയും മനസ്സിൻ്റെയും സന്താനത്തിൻ്റെ അധിപൻ ബുധൻ തന്നെയാണ് ഇടവക്കൂറുകാർക്ക്. നിങ്ങൾക്ക് ചന്ദ്രൻ ആരാണ്? 3-ാം ഭാവത്തിൻ്റെ അധിപനാണ് കുടുംബത്തിൽ. അത് എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ചാർട്ടും പ്രകാരം നോക്കണം. രാശിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പഞ്ചാംഗം, ഡെയിലി പഞ്ചാംഗം നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ സൂര്യൻ ആരാണ്? 4-ാം ഭാവത്തിൻ്റെ അധിപനാണ്. 4-ാം ഭാവം ആരാ? ഗൃഹത്തിൻ്റെയും വാഹനത്തിൻ്റെയും ഒക്കെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ. അതാ ഇപ്പം നിങ്ങൾക്ക് എവിടെ നിൽക്കുന്നു? അഷ്ടമരാശിയിൽ നിൽക്കുന്നു ഇടവക്കൂറുകാർ. 3, 6, 8, 12 ഭാവങ്ങളിൽ പോകുന്ന ഗ്രഹങ്ങളുടെ ഫലദാന ശേഷി നമുക്ക് വിപരീത ഫലസിദ്ധിയായിരിക്കും വരുന്നത്. ഇതുപോലെ 12 കൂറുകാരുടെയും നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ അധിപനെ ആദ്യം നോക്കണം. നിങ്ങളുടെ കളം എണ്ണി നോക്കിയാൽ നിങ്ങളുടെ ഏത് ഭാവത്തിൻ്റെ ആധിപത്യം ഉള്ള ഗ്രഹമാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ ജ്യോതിഷം നോക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഒരിക്കലും ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ ജ്യോതിഷത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് എന്ത് മനസ്സിലാവും? ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഈ മേടക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞത് ഓരോരുത്തരും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇത് കൂടെ ഇന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മേടക്കൂറുകാരുടെ 2026 ജനുവരി മാസം മുതലുള്ള ഒരു ജ്യോതിഷ ഫലസിദ്ധിയാണ് പറയുന്നത്. ഈ ജ്യോതിഷ ഫലസിദ്ധിയിൽ മാറ്റം വരാത്ത ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് രാഹുകേതുക്കൾക്കും ശനിക്കുമാണ് മാറ്റം വരാത്ത നിൽക്കുന്ന ഗ്രഹങ്ങൾ. ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും 2026 മാറ്റം വരും. സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും ചന്ദ്രനും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പുതുവർഷത്തിലെ പൊതുവായിട്ടുള്ള ഫലസിദ്ധി എന്ന് പറയുന്നത് വ്യാഴം കുടുംബസ്ഥാനത്തും
12ാം ഭാവമായിട്ടുള്ളടത്ത് ശനി നിൽപ്പുണ്ട്, അത് നേരത്തെ അങ്ങനെ തന്നെ നിൽക്കുന്നു. ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നു. നേരെ വരുമ്പോൾ 5ാം ഭാവമായിട്ടുള്ള മനസ്സിന്റെ സ്ഥാനം, അഞ്ചാം സ്ഥാനത്ത് ആര് നിൽക്കുന്നു? കേതു നിൽക്കുന്നു. ഇപ്പോൾ അഷ്ടമത്തിൽ ബുധനും ശുക്രനും സൂര്യനും ചൊവ്വയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പുതുവർഷമാണ് ആരംഭിക്കുന്നത്. മേടക്കൂറുകാർക്ക് നല്ല രീതിയിൽ സന്തോഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഈ മുന്നോട്ട് വരുന്ന പുതുവർഷം എന്ന് പറയുന്നത്. കാര്യം വ്യാഴത്തിന്റെ ഒരു വലിയ ആനുകൂല്യം ഇവർക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിലേക്ക് വ്യാഴത്തിന്റെ രാശി മാറുന്ന 2020 ജൂൺ മാസം മുതൽ, ആദ്യ പകുതിക്ക് മുതൽ എല്ലാവർക്കും ഒരു മാറ്റം ആദ്യ പകുതിക്ക് ശേഷം ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഗ്രഹസ്ഥിതി ഇത് പറഞ്ഞല്ലോ, 12 നിൽക്കുന്ന ഒരു 7.5 ഖണ്ഡകാല ശനി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൊതുവിലുള്ള ഒരു ഫലസ്ഥിതി ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പറയാം. മേടക്കൂറുകാർക്ക് ദൈവിക പ്രീതി കർമ്മങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ അനുഷ്ഠിക്കേണ്ട ഒരു വർഷമാണ് ഈ വരുന്ന ഒരു വർഷം. അതായത് പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് പറയുന്നത്. 7.5 ഖണ്ഡകാല ശനി നിൽക്കുന്നു. ലാഭസ്ഥാനത്ത് രാഹുവിന്റെ സ്ഥിതി, നിങ്ങളുടെ മനസ്സിന്റെ സ്ഥാനത്ത് കേതുവിന്റെ സ്ഥിതി ഉള്ളത് മനസ്സിന് പലവിധത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ, വിഷമതകൾ, സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളൊക്കെ ഒരു ഭാവം ആദ്യത്തെ കുറെ കാലം കാണിക്കുന്നുണ്ടെങ്കിലും ഒരു നല്ല മാറ്റം വരാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. അതായത് പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് ജൂൺ മാസം മുതൽ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ധനനഷ്ട സാധ്യതകൾ വരുന്ന കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ നയപരമായിട്ടും സൗമ്യപരമായിട്ടും ബുദ്ധിപരമായിട്ടും എടുത്തുചാട്ടമില്ലാതെയും അതിനെ പരിഹരിക്കണമെന്നാണ് ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും, അതുപോലെ തന്നെ പലവിധത്തിലുള്ള ആളുകളിൽ നിന്നും നമുക്ക് തെറ്റുകളും ചതികളും പിന്നിൽ നിന്നുള്ള കുത്തുകളും ഒക്കെ വരാനുള്ള ഒരു കാലഘട്ടം പൊതുവിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ജൂൺ മാസം, ഈ വർഷം ഇങ്ങനെ ഒരു ഫലമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എല്ലാവരുടെയും. ജൂൺ 2 കഴിയുമ്പോൾ ഉള്ള മാറ്റം വേറൊരു മാറ്റമായിരിക്കും, പെട്ടെന്നൊരു മാറ്റമായിരിക്കും അതിന് വരാൻ പോകുന്നത്. അതുകൂടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠനത്തിൽ ശോഭിക്കാനും സ്വദേശത്തും വിദേശത്തും ഒക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഒരു നല്ല കാലഘട്ടമായിട്ടും 2026 പുതുവർഷത്തെ പറയാൻ സാധിക്കുന്നുണ്ട്. പല ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് കിട്ടാതെ നിൽക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടാകുമെന്നും, അർഹതപ്പെട്ട ധനം കിട്ടാതെ കിടക്കുന്നത് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നും, ബന്ധുക്കളുടെ വിരോധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും, തൊഴിൽ മേഖലകളിൽ സർക്കാർ ജോലികളിലൊക്കെ നേടുന്ന ആളുകൾക്ക് ആദ്യത്തെ ഒരു 6 മാസത്തേക്ക് ചില ശിക്ഷണ നടപടികളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പുതുവർഷമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അപവാദങ്ങളൊക്കെ നമുക്ക് സാധ്യതയുള്ളതുപോലെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ജൂൺ മാസം വരുന്നതോടുകൂടി, ഇതിന്റെ കാരണം എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴം ഇങ്ങോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് 4ാം ഭാവമായിട്ടുള്ള കേന്ദ്രസ്ഥാനം 1, 4, 7, 1, 4, 7, 9, 1, 4, 7, 9, 5 ഈ ഭാവങ്ങളിലേക്ക് ഏത് ശുഭഗ്രഹം വരുന്നോ അത് വളരെയധികം നല്ലതായിരിക്കും. അപ്പം 4ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ രാശി മാറുമ്പോൾ വ്യാഴം നേരെ നോക്കുന്നത് കർമ്മരാശിയിലേക്കാണ് നിങ്ങൾക്ക് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ നോട്ടം, അദ്ദേഹത്തിന്റെ നോട്ടം കർമ്മരാശിയിലോട്ടാണ്. ആർക്കാ? മേടക്കൂറുകാർക്ക്. കർമ്മം എന്ന് വെച്ചാൽ എന്താ? ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് പ്രവൃത്തിയാണോ അവിടെ നിന്നൊരു എടുത്തുചാട്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക്. അപ്പം ജൂൺ മാസം മുതൽ അതിൻ്റെ ഒരു എടുത്തുചാട്ടം ഉണ്ടാകുമ്പോഴത്തേക്കിന് കർമ്മമേഖല പുഷ്ടിപ്പെട്ടു. അതുപോലെ തന്നെ വ്യാഴം ഇവിടെ നിന്നുകൊണ്ട് എവിടോട്ട് നോക്കുന്നു? അടുത്തത് 1, 2, 3, 4, 5ാം ഭാവമായിട്ടുള്ള നിങ്ങളുടെ അഷ്ടമരാശിയിലേക്ക് നോക്കുന്നു. അഷ്ടമരാശി കൊണ്ട് എന്താ ചിന്തിക്കുന്നത്? ആയുഷിന്റെ സ്ഥാനം, ധൈര്യത്തിന്റെ സ്ഥാനം, ഭയത്തിന്റെ സ്ഥാനമൊക്കെ വരുന്ന സ്ഥാനത്തേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു. അപ്പം അഷ്ടമരാശി നല്ലതാകുന്നു, കർമ്മരാശി നല്ലതാകുന്നു, 4ാം ഭാവമായിട്ടുള്ള ഗൃഹം വാഹനസ്ഥാനം നല്ലതാകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ 12ലേക്കും വ്യാഴത്തിന്റെ ഭാഗ്യസ്ഥാനം, 12 എന്ന് വെച്ചാൽ നിങ്ങളുടെ ജാതകപ്രകാരം അശ്വതി, ഭരണി, കാർത്തികാലുകാരുടെ 12ാം ഭാവമായിട്ടുള്ള മീനം രാശി, അവിടെ ശനി നിൽക്കുവാണ്. ശനിയെ വ്യാഴം നോക്കുന്ന സമയം കൂടി ആകുമ്പോൾ നിങ്ങളുടെ ശനിദോഷം കുറച്ച് മാറിപ്പോകുന്ന ഒരു കാലഘട്ടം കൂടി 26 ജനുവരി ജൂൺ 2 വരെ നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ 2 കൂട്ടരുടെയും ഫലസിദ്ധി പറഞ്ഞു. അപ്പം നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴത്തെ കൊണ്ടൊരു ആനുകൂല്യം വരുന്നതുകൊണ്ട് മഹാവിഷ്ണു പൂജ വളരെയധികം ഉത്തമമായിരിക്കും. അതുകൂടാതെ ഗണപതി ഹോമം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ശനി 12 നിൽക്കുന്നതുകൊണ്ട് നീരാഞ്ജനം വിളക്കം, ഹനുമാൻ സ്വാമി പൂജകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചൊവ്വയുടെയും ബുധന്റെയും ശുക്രന്റെ ഒക്കെ രാശി മാറ്റങ്ങളുണ്ട്. ഭദ്രകാളി ദേവി, അതുപോലെ തന്നെ ശിവഭഗവാനുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. നാഗപ്രീതി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഈ പറയുന്ന ദോഷങ്ങൾക്കെല്ലാം പ്രതിവിധിയായിട്ട് വരും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നത്. അപ്പം 2 കൂറുകാരുടെ ഫലസിദ്ധിയും
ഗുണവും ദോഷവും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് കർക്കിടകക്കൂറിലേക്കാണ് വരാൻ പോകുന്നത്. പുണർദത്തിന്റെ കാല് പൂയോ ആയില്യം വരുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം പറയുന്നതിൽ പുതുവർഷഫലം ഒറ്റയടിക്ക് പറയുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സൂര്യൻ ദാണ്ട് ഇവിടെ നിൽക്കുന്ന ഇങ്ങനെ പോരും, ശുക്രനും ബുധനും ഇല്ല, കുട്ടികൾ പുറകെ വരുന്ന പോലെ, ചൊവ്വയും പുറകെ വരുന്ന പോലെ അങ്ങ് പോകും സൂര്യന്റെ പുറകെ. അങ്ങനെയാണ് അവരുടെ സഞ്ചാരം. ഏറ്റവും കൂടുതൽ സൂര്യനെ അനുഗമിക്കുന്നവരാരാണെന്ന് വെച്ചാൽ ബുധനും ശുക്രനുമാണ്. അത് കഴിഞ്ഞ ചൊവ്വ സൈന്യാധിപനാണ്. ഭാര്യയും മകനും പോലെയാണ് ആര്? ശുക്രനും ബുധനും സൂര്യന്റെ പുറകെ പോവുക എന്ന് വിചാരിച്ചോണം. അപ്പം മകനും ഭാര്യയും സൂര്യന്റെ പുറകെ പോകുന്നു. ചൊവ്വ ഇവരെ മൂന്നുപേരെ സംരക്ഷിക്കുന്ന ഒരു സൈന്യാധിപനായിട്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ പോക്ക് ഒരു നിസ്സാരമായ പോക്കല്ല. അപ്പോൾ അങ്ങനെ പോകുന്നതനുസരിച്ച് ഓരോ മാസങ്ങളിലും മാറ്റം, മാസഫലം വ്യത്യാസം ഉണ്ടാകും. 26-ലെ ഒറ്റയടിക്കൊരു ഫലം എന്ന് പറഞ്ഞ് നമുക്ക് പറയാമെങ്കിൽ ഒരുപാട് നേരം, ഒരു 6 മണിക്കൂറൊക്കെ നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെയും മാറ്റം അനുസരിച്ച് ഉണ്ടാകുന്ന, നിങ്ങളുടെ ഇപ്പം മേടക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ മകരമാസത്തിൽ നിങ്ങൾക്ക് കർമ്മരാശിയിലേക്ക് വരും. കുംഭമാസമാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ വരും, കുംഭത്തിലേക്ക് വരും. മകരം, കുംഭം, പിന്നെ മീനമാസത്തിലേക്ക് സൂര്യൻ വരും. ഇത് പിന്നെ മേടമാസം ആകുമ്പോൾ സൂര്യൻ ഇവിടെ വരും. ഇടവമാസം ആകുമ്പോൾ സൂര്യൻ ധനസ്ഥാനത്ത് വരും. സൂര്യൻ മിഥുനമാസം ആകുമ്പോൾ 2026-ലെ മിഥുനമാസത്തിൽ സൂര്യൻ ഇവിടെ വരും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സൂര്യൻ ഇവിടെ വരും എന്ന് ഓരോ രാശിക്കാരുടെ ചൊവ്വയുടെ ഫലം പറയണം, ശുക്രന്റെ ഫലം പറയണം, ബുധന്റെ ഫലം പറയണം. അങ്ങനെ ഒരു ഉറച്ച് നിൽക്കുന്ന ഗ്രഹമല്ലാത്തത് കൊണ്ടും നമുക്കിപ്പം വ്യാഴത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വ്യാഴത്തിന് ഒറ്റ മാറ്റേ വരുന്നുള്ളൂ. 2026 ജൂൺ മാസം 2-ന് വ്യാഴം കർക്കിടകത്തിലേക്ക് വരുന്നു എന്ന് ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞാൽ മതി. ശനി മാറ്റമില്ല, നിങ്ങൾക്ക് 12 തന്നെയാണെന്ന് ഒറ്റയടിക്ക് പറയാം. രാഹുകേതുക്കളുടെ സ്ഥിതികൾക്കും അത് തന്നെ പറയാം. പക്ഷേ മറ്റ് ഗ്രഹങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? 12 മാസങ്ങളിലും 12 രാശിയിലോട്ട് മാറും സൂര്യൻ. ചന്ദ്രൻ 28 ദിവസം കൊണ്ട് ഒരൊറ്റ കറക്കം കറങ്ങി വരും ചന്ദ്രൻ. ശുക്രൻ ഏകദേശം 20, 25, 26 ദിവസം കൊണ്ട് ഒരു രാശിയിലോട്ട് ഇങ്ങനെ ചാടി അങ്ങ് പോകും. ബുധനും അതുപോലെ തന്നെ പോകും. അപ്പം ചൊവ്വയുടെ ഒരു രാശി മാറ്റം ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ള ഫലസിദ്ധി മുഴുവൻ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് വിഷമിക്കുന്നവരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷിക്കുവാണെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോ, വിഷമിക്കുവാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് കർക്കിടകക്കൂറിൽ വരുന്ന പുണർദത്തിൽ കാല് പൂയ ആയില്യക്കാർക്ക് 12-ൽ നിൽക്കുന്ന വ്യാഴം ജൂൺ മാസം വരെ 12-ലായിരിക്കും. 12 എന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട് 12. 3, 6, 8, 12. 12 നഷ്ടസ്ഥാനം, നാശസ്ഥാനം, വിദേശസ്ഥാനമാണ്. അപ്പൊ പുണർദത്തിൽ കാല് പൂയോ ആയില്യം വരുന്ന കർക്കിടകക്കൂറുകാർക്ക് ജൂൺ മാസം വരെ വ്യാഴം 12-ല്, ശനി 9-ല്, ധനസ്ഥാനത്ത് കേതു, അഷ്ടമത്തിൽ രാഹു. പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി പറയേണ്ട കാര്യം വരാത്തത് ഇവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുള്ളത് കൊണ്ടാണ് പൊതുവെ പറയാത്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കും നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു ഫലസിദ്ധി വരുന്ന ഒരു കാലഘട്ടമാണ് 2026 ജനുവരി മുതൽ ജൂൺ വരെയുള്ളത് ഒരു ഫലവും, ജൂൺ കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ഫലവും പ്രത്യേകമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പൊതുവിലുള്ള സ്ഥിതി അനുസരിച്ച് ധനസ്ഥാനം ഇച്ചിരി ദോഷപ്പെട്ട് തന്നെ നിൽക്കുവാണ്, കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ദോഷപ്പെട്ട് നിൽക്കുവാണ്. അതുകൂടാതെ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരാൻ പോകുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാകുന്ന ഒരു പുതുവർഷമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ധനപരമായിട്ടുള്ള പുരോഗതി, വിദേശം യാത്ര സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, നിലച്ചിരിക്കാത്ത കാര്യത്തിന് നമുക്ക് ധനയോഗം ഉണ്ടാവുക, ഭാഗ്യം വർദ്ധിക്കുക, പ്രമോഷൻ ഉണ്ടാവുക, തൊഴിൽ നേട്ടം ഉണ്ടാവുക, പെട്ടെന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കണക്കൂട്ടിയതിൽ നിന്നും മനസ്സിലാവുന്നത്. എഴുതി വച്ചിരിക്കുന്ന കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം. നമുക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകക്കൂറുകാർക്ക് ആദ്യത്തെ 6 മാസത്തിന് കുറച്ച് പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും, മനക്ലേശങ്ങളുണ്ടാകും, പലവിധത്തിലുള്ള കാര്യങ്ങളിൽ അലട്ട്, ദൂരെ യാത്ര ക്ഷീണങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരിക, ഏതൊരു കാര്യം ചെയ്യാനും ഒരു മടി ഉണ്ടാകുന്ന ഒരു സമയമാണെന്നും ഈശ്വരാരാധന കാര്യമായിട്ട് വരുത്തേണ്ട ഒരു 6 മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അത് കഴിഞ്ഞാൽ വേണ്ട എന്നുള്ളതല്ല, അതിൻ്റെതായ ഒരു പ്രാർത്ഥന. വ്യാഴം 12-ലാണ് നിൽക്കുന്നത്, മറഞ്ഞു നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഫലസിദ്ധി നമുക്ക് കൊണ്ടുവരണം. അതുകൂടാതെ ദൈവിക വിശ്വാസത്തിൽ കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ തന്നെ മോശം കുട്ടികളിൽ പെടാതിരിക്കാനും, അതുപോലെ തന്നെ കേസ് വഴക്കുകളിൽ പെടാതിരിക്കാനും, നമ്മുടെ വാക്കുകളിൽ നിന്നുള്ള നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവരിക. എല്ലാവരുമായിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരായിട്ട് ഒരു രമ്യതയിൽ പോകാനുള്ളൊരു സമയം കൊണ്ടുവരണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനനഷ്ടം, ഈശ്വരാധീനക്കുറവ്, അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജൂൺ മാസം 2 മുതൽ ധനയോഗം, ഐശ്വര്യം, ഭാഗ്യം, നിലച്ചിരിക്കാത്ത വിധത്തിലുള്ള പ്രൊമോഷൻ, അതുപോലെ തന്നെ ലാഭം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവുക, വിവാഹ സംബന്ധമായിട്ടുള്ള ഗുണം ഉണ്ടാവുക, ഭാഗ്യം വർദ്ധിക്കുക. കാരണം ഭാഗ്യസ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ഭാഗ്യം വർദ്ധിക്കുക,
ഇവിടെ നിന്നുകൊണ്ട് വ്യാഴം നോക്കുന്നത് 1, 2, 3, 4, 5-ാം ഭാവം, മനസ്സിന്റെ സ്ഥാനം, സന്താനത്തിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. പ്രായപൂർത്തിയായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊച്ചുമക്കളുണ്ടെങ്കിൽ പോലും അവരിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾ നമുക്ക് വരികയും പൊതുവിൽ ഒരു ജീവിതത്തിൽ ഒരു പരിവർത്തനം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിസ്സാരമായ ഒരു പോക്കല്ല വ്യാഴത്തിന്റെ. ഇനി പോകാൻ പോകുന്ന പോക്ക്, ഇങ്ങോട്ടുള്ള പോക്കാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഇത് ദക്ഷിണായനമാണ്. ദക്ഷിണായനം മുതൽ വ്യാഴം ഇനി ഉത്തരായനത്തിലേക്ക് വരാൻ 6-7 മാസം എടുക്കും. 6-7 മാസം എടുക്കും. അപ്പം ഈ ഒരു പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇങ്ങോട്ടാണ് പിന്നെ അടുത്ത വ്യാഴം വരുന്നത്. അപ്പം ധനസ്ഥാനത്ത്, പിന്നെ 3-ാം ഭാവത്ത്, 4-ാം ഭാവത്ത്, അതുപോലെ തന്നെ 5-ാം ഭാവം മനസ്സിന്റെ സ്ഥാനത്ത്. അപ്പോൾ 1, 2, 3, 4, 5 വർഷത്തേക്ക് ഒരു അനുകൂല ഫലസിദ്ധിയിലോട്ട് വരാൻ പോകുന്ന ഒരു സഞ്ചാരമാണ് വ്യാഴത്തിന്റെ ഗതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് 1 വർഷത്തേക്കുള്ള വ്യാഴം പിന്നെ 1 വർഷത്തേക്ക് നമുക്ക് മറയാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വ്യാഴം ഇവിടെ വരും. അതൊക്കെ ഇപ്പം പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഗതിയെക്കുറിച്ചാണ് പറയുന്നത്. വ്യാഴത്തിന്റെ ഗതി ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഗതിഫലങ്ങളെ കൊണ്ട് ഈ രാശികളിലൊക്കെ ഉള്ളവർക്ക് ഓരോ വിധത്തിലായിരിക്കും ഫലസിദ്ധി വരുന്നത്. ഇപ്പം വ്യാഴം ഇങ്ങോട്ട് മാറി എന്ന് പറയുമ്പം മേടക്കൂറുകാർക്ക് എന്താ പറ്റി? 4-ലേക്കായി. മീനക്കൂറുകാർക്ക് എവിടെയായിട്ട് മനസ്സിന്റെ സ്ഥാനം സന്താനത്തിന്റെ സ്ഥാനത്തേക്കായി. ഇവർക്ക് എവിടായി? മകരക്കൂറുകാർക്ക് ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്തേക്കായി. കണ്ടോ? ഇവർക്ക് എവിടായി? ഭാഗ്യസ്ഥാനത്തേക്കായി. കർമ്മസ്ഥാനത്തേക്ക് ഇവർക്ക് എവിടായി? ഭാഗ്യസ്ഥാനത്തേക്കായി. ഇവർക്ക് എവിടായി? തുലാക്കൂറുകാർക്ക്, ചിത്തിരേരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക് കർമ്മരാശി. അപ്പം അത് പറഞ്ഞത് ആരെയാ ബാധിക്കാതിരിക്കുന്നത്? ഓരോരുത്തരും ജ്യോതിഷം നോക്കിയിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാനുള്ള പല കാര്യങ്ങളും പറയും. ഇവിടെ ജ്യോതിഷം നോക്കാൻ വരുന്ന പല ആളുകളും നോക്കിയിട്ട് പറയും, നിങ്ങളുടെ കുടുംബത്തിൽ കവടി വെച്ചിട്ട് പറയും, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഹാർട്ട് സംബന്ധമായ ദോഷം വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും. ആർക്കാണെന്ന് അവർ പറഞ്ഞു കൊടുക്കത്തില്ല. ഇതൊക്കെ അങ്ങ് അടിച്ചുവിടും. എന്നിട്ട് ആർക്കെങ്കിലും വല്ല നെഞ്ചുവേദനയോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലയോ എന്ന് പറയും. ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ആളുകളെ മാനസികമായി തകർക്കുക, എന്നിട്ട് എന്തെങ്കിലും പൂജകൾ പറയുക, ആ പൂജയിൽ നിന്ന് കാശുണ്ടാക്കുക എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. കാരണം നിങ്ങളൊരാളെ ദുഃഖിപ്പിച്ച് വിഷമിപ്പിച്ച് ഉണ്ടാക്കുന്ന പണം നാളെ നിങ്ങൾക്ക് ഉപകരിക്കാതെ പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളൊരാളെ ദുഃഖിപ്പിച്ചാൽ ആ ദുഃഖം അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും കാണും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അയാൾക്ക് ഉറക്കമില്ലാതെ വേവരാതിപ്പെട്ട് വിഷമിച്ചുകൊണ്ട് പോകും. ജ്യോതിശാസ്ത്രത്തിന്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണോ നിങ്ങൾ മനസ്സിൽ കരുതുന്നത് അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം നമ്മുടെ തലച്ചോറ് നമ്മളെ അവിടെ കൊണ്ട് എത്തിച്ചിരിക്കും. നമുക്ക് നല്ലത് വരും എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, നമ്മൾ ഉദാഹരണ സഹിതം ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങളുടെ ദോഷമുള്ള സ്ഥാനത്തേക്ക് കാണുന്ന ഗ്രഹത്തിനുള്ള പ്രതിവിധിയും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്, ജ്യോതിഷം പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് പറയുന്ന ജ്യോതിഷ ശാസ്ത്രപ്രകാരം നിങ്ങൾക്ക് പുണർത്തത്തിൽ കാല് പൂയ ആയില്യം കർക്കിടക കൂറുകാർക്ക് ഈ പറഞ്ഞ പോലുള്ള ഒരു നേട്ടവും ഗുണങ്ങളും പറയുന്നുണ്ട്. കുടുംബസ്ഥാനത്ത് ഗണപതി ഹോമം ചെയ്യുക, അതുപോലെ തന്നെ അഷ്ടമരാശിയിൽ നിൽക്കുന്ന രാഹുവിന്റെ നാഗദൈവ പ്രീതി വരുത്തുക, മഹാവിഷ്ണു ഭജനം ചെയ്യുക, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ അനുകൂല ഫലസിദ്ധി ഉണ്ടാവാൻ ഹനുമാൻ സ്വാമി പൂജയും അതുപോലെയുള്ള പൂജകളും ചെയ്ത്, നീലാഞ്ജനം വിളക്ക് പോലെയുള്ള പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. 3 കൂറുകാരുടെ ഫലസിദ്ധി നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് തുലാക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. ചിത്തിര, അര, ചോതി, വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല കാലഘട്ടം ആണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ സ്ഥാനത്ത് വ്യാഴമുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ ചിലപ്പോൾ പ്രതികൂലമാകാം. അതിന് കാരണം എന്താണെന്ന് മുൻപറഞ്ഞ വീഡിയോകളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ചിത്തിര, അര, ചോതി, വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറുകാർക്ക് നിലവിലുള്ള അവസ്ഥ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് നിൽക്കുന്ന വ്യാഴത്തിന്റെ ഒരു ഗുണമുണ്ടെന്നും നിങ്ങളെ തുലാക്കൂറിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതായിട്ടുള്ള ഒരു നല്ല കാലഘട്ടമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അനുഭവം പ്രതികൂലമാണെങ്കിൽ നിങ്ങൾ കവടി നിരത്തി പ്രശ്നം വെച്ച് നോക്കണം. ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. ചിത്തിരക്കാരനെ നമ്മൾ എടുക്കാൻ പോവാണ്. ചിത്തിരക്കാരൻ ജനിക്കുന്നത് ചൊവ്വ ദശയിലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രാഹുർ ദശാകാലം വരും. മകയിരം, ചിത്തിര, അവിട്ടം, ഈ 3 പേരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. മകയിരം, ചിത്തിര, അവിട്ടം, ഈ 3 നക്ഷത്രക്കാരും ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ ജനിക്കുന്നത് ചൊവ്വ ദശയിലായിരിക്കും. ചൊവ്വ കഴിഞ്ഞാൽ രാഹുർ ദശ 18 വർഷം, 21 വയസ്സ് വരെ നിങ്ങൾക്ക് രാഹുർ, 37 വയസ്സ് വരെ വ്യാഴം. അത് കഴിഞ്ഞാൽ ശനി 19 വർഷം, 9, 7, 16, ഇഷ്ടം 56 ശനി. ഇപ്പം നിങ്ങളൊരു ജ്യോതിഷം നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു 21 വയസ്സ് കഴിഞ്ഞ് ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 37 വയസ്സ് വരെ വ്യാഴം അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. എങ്ങനെ? ദശാകാല പ്രകാരം നിങ്ങൾ ജനിച്ച ജാതക പ്രകാരം നിങ്ങൾക്കിപ്പോൾ വ്യാഴ ദശാകാലമാണ്. ചിത്തിരയും
ചിത്തിരയിൽ ജനിച്ച ഒരാളുടെ കാര്യം പറയാം. മകയിരം, ചിത്തിര, അവിട്ട നക്ഷത്രക്കാരുടെ ഒരു ഫലസിദ്ധിയും കൂടെ നമുക്ക് കേട്ട് വിചാരിക്കുക. അപ്പൊ ചിത്തിരക്കാരനാണ് ഇത് കാണുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് വ്യാഴ ദശാകാലമാണെന്ന് മനസ്സിലാക്കി 21 വയസ്സിനും 37 വയസ്സിനും മധ്യമുള്ള ഒരു യുവാവാണ് ഇത് കാണുന്നത്. അയാൾ പറയുവാണ്, ഇയാൾ ജ്യോതിഷപ്രകാരം എനിക്ക് നല്ലതാണെന്ന് പറയുന്നത്, എനിക്ക് ദുരിതമുണ്ടല്ലോ എന്ന് വിചാരിക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും അല്ല പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ജനിച്ച സമയത്ത് ചന്ദ്രൻ ഇവിടെയാണെന്നും നിങ്ങൾക്ക് ജാതകപ്രകാരം വ്യാഴത്തിൽ ഈ 3-ാം ഭാവത്തിന്റെയും 6-ാം ഭാവധിപത്യന്റെയും ഗ്രഹമാണ് നിങ്ങൾക്ക് എപ്പോഴും വ്യാഴം. അപ്പോൾ സ്ഥിരമായി വിഷ്ണു പൂജ ചെയ്യേണ്ട ഒരു ജാതകക്കാരും കൂടിയാണ് ചിത്തിരരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർ. കാരണം നിങ്ങൾക്ക് 3-ാം ഭാവാധിപത്യവും 6-ാം ഭാവാധിപത്യവും കൂടെ വഹിക്കുന്ന ഗ്രഹമാണ്, ദോഷഗ്രഹം കൂടിയാണ് വ്യാഴം. കൂടാതെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ജനിക്കുന്ന സമയത്ത് വ്യാഴം വന്നിട്ട് ഇവിടെ നിൽക്കുകയോ, നിങ്ങൾക്ക് ജാതകപ്രകാരം ഇവിടെ നിൽക്കുകയോ, ഇനി ഇവിടെ നിൽക്കുകയോ, അതുപോലെ തന്നെ ഇവിടെ നിൽക്കുകയോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ വ്യാഴദശ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ദുരിതമായിരിക്കും. ഇനി അതെല്ലാം കഴിയട്ടെ, 37 വയസ്സ് കഴിഞ്ഞൊരു യുവാവ് 56 വയസ്സിനിടയ്ക്കുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പം ശനി ദശാകാലമാണെന്ന് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നു ആണല്ലോ. അപ്പൊ ശനി ഇദ്ദേഹത്തിന്റെ ജാതകപ്രകാരം ആരാണ്? യോഗത്തിന്റെ കാരകനാണ് ശനി. എപ്പോഴും തുലാക്കൂറുകാർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലം ചെയ്യേണ്ട ഒരു ഗ്രഹം ആരാണ്? ശനിദോഷം ബാധിക്കാത്ത ഗ്രഹമാണ് ചിത്തിരരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഒരിക്കലും ശനിദോഷം ബാധിക്കത്തില്ല. അതിന്റെ കാരണം യോഗത്തിന്റെ കാരകനാണ് ശനി. പക്ഷേ ശനി വന്നിട്ട് നിങ്ങൾക്ക് ദോഷസ്ഥാനത്താണ് സഞ്ചരിച്ചിരിക്കുന്ന സമയത്ത്, ശനി ഇതാ ഇവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെങ്കിലോ, ശനി നമുക്ക് ഇതുപോലെ പല ദോഷസ്ഥാനത്താണ് സഞ്ചരിക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ 3, 6, 8, 12 ഭാവങ്ങളിലൊക്കെയാണ് ശനി വന്നത് ഇവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ, നമുക്ക് ജാതകപ്രകാരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഇവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ഇത് പറഞ്ഞു വരുന്ന ഫലം എന്താണ്? ഇത് ഓരോരുത്തർക്കും ഫലസിദ്ധിയാകാനായി പറഞ്ഞു വരുന്നത്. ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ മനസ്സിലാകത്തില്ല. ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ ഫലസിദ്ധിയുണ്ട്. അപ്പൊ ചിത്തിരയെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക് ഈ വർഷത്തെ പൊതുവിലുള്ള ഫലസിദ്ധി പറയുവാണെങ്കിൽ, എപ്പോഴും നിങ്ങൾക്ക് വ്യാഴം ഒരു പ്രതികൂല ഗ്രഹം കൂടിയാണ്, 3ഉം 6ഉം ഭാവാധിപത്യം വഹിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അത് വന്നിട്ടാണ് ഇപ്പൊ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. അപ്പം വ്യാഴത്തെ അനുകൂലിച്ച് നിൽക്കുവാണെങ്കിൽ നമുക്കത് ഗുണമാണ്. അല്ലെങ്കിൽ 3ഉം 6ഉം ഭാവാധിപത്യനായ വ്യാഴം ഭാഗ്യസ്ഥാനത്തും കർമ്മരാശിയിലും ഒക്കെ വരുന്നത് എപ്പോഴും നമുക്ക് ഭാഗ്യത്തിന് ദോഷം വരുത്താനും കർമ്മത്തിന് ദോഷം വരുത്താനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെ എപ്പോഴും പ്രീതിപ്പെടുത്തേണ്ട നക്ഷത്രക്കാരായ നിങ്ങൾ വിഷ്ണു പൂജ സ്ഥിരമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനത്ത് വന്നിട്ട് കേതു നിൽക്കുന്നെന്നും, അതുപോലെ തന്നെ മനസ്സിന്റെ സ്ഥാനം സന്താന സ്ഥാനമായിട്ടുള്ള സ്ഥലത്ത് രാഹുവിന്റെ സ്ഥിതി ഉള്ളതായിട്ടും, 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തും രോഗസ്ഥാനത്തും ശനിയുടെ സ്ഥിതിയുള്ള ഒരു കാലഘട്ടമാണ് നടക്കുന്നത്. മറ്റു ഗ്രഹങ്ങളുടെ സഞ്ചാരം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മുന്നോട്ട് പറയുന്നില്ല. പുതുവർഷ ഫലസിദ്ധിയാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അടുത്തതായിട്ട് പറയാൻ പോകുന്നു. ആരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്? തുലാക്കൂറുകാർക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് ആദ്യ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് കർമ്മരാശിയിലേക്ക് വ്യാഴത്തിന്റെ സ്ഥിതി മാറുന്നതോടുകൂടി കർമ്മ പുരോഗതി ഉണ്ടാകുന്നതിനും കർമ്മപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതിനും, തൊഴിൽ ചെയ്തതിന് ശേഷം ശമ്പളം കിട്ടാതെ നോട്ട് ചെയ്തൊക്കെ നമുക്ക് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ കിട്ടാന്, പ്രൊമോഷൻ നേടാന്, അതുപോലെ തന്നെ നമുക്ക് ഇൻക്രിമെന്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് പറഞ്ഞ് കുറച്ച് വസ്തുക്കളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വരാനൊക്കെയുള്ള സാധ്യതയുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ആദ്യ പകുതി വളരെയധികം ഉത്തമമായിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പലവിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്തായതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വിദ്യാഭ്യാസം ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നവർ, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണെന്നും, കർമ്മം പുരോഗതി ഉണ്ടാകുമെന്നും, ബിസിനസ്സിൽ ഗുണം ഉണ്ടാകുമെന്നും, വിദേശവാസത്തിനുള്ള യോഗം ഉണ്ടാകുമെന്നും, ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും പുതിയ ഏർപ്പാടുകളിൽ ഏർപ്പെടാനും, അതുപോലെ തന്നെ വസ്തുക്കൾ കരാറിലൊക്കെ ഏർപ്പെടാനും ഒക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു പഠന പുരോഗതി നേട്ടം ഒക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് 2026 പൊതുവെ ഫലസിദ്ധി പറയുന്നത്. എങ്കിലും അടുത്ത മാസത്തിലെ ഫലസിദ്ധി നമ്മൾ സൂര്യനെ കുറിച്ച് പറയുന്ന രാശിപ്രകാരമുള്ള മാറ്റങ്ങൾ പറയും. അതുപോലെ തന്നെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാകുന്നതിനുള്ള കാലഘട്ടമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണഫലം പറയുന്നുണ്ട്. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിന്റെ ദോഷം മാറാൻ ഗണപതി ഹോമം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക, വിഷ്ണു പൂജ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ചെയ്യുക, നീലാഞ്ജനം വിളക്കം, ഹനുമാൻ സ്വാമി പൂജ, നീലാഞ്ജനം ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, ഹനുമാൻ സ്വാമിക്കുള്ള പൂജകൾ സ്ഥിരമായിട്ട് ചെയ്യുക. ലാഭത്തിന്റെ ആധിപത്യം വരുന്ന സൂര്യൻ നമുക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന മകരമാസം 4-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അത് നല്ലതാണ്. അപ്പം ശിവഭജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ 1, 2, 3, 4 കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു. ഇനി നമുക്ക്
ബാക്കിയുള്ള 8 കൂറുകാരുടെ ഫലസിദ്ധിയും കൂടെ നമുക്ക് പറയണം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വൃശ്ചികക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് തുടക്കത്തിൽ ജനുവരി മാസം തുടക്കത്തിൽ ബുധനും ശുക്രനും ഇവിടെ തന്നെയുണ്ട്. ധനസ്ഥാനത്ത് സൂര്യനും ചൊവ്വയും ഉണ്ട്. 3-ൽ ആരുമില്ല. 4-ാം ഭാവത്തിൽ രാഹു, 5-ൽ ശനി. 5 വെച്ചാൽ മനസ്സിന്റെ സ്ഥാനം, സന്താനത്തിന്റെ സ്ഥാനം. 6-ൽ 7-ൽ ആരുമില്ല. 8-ൽ വ്യാഴം. അപ്പം നമ്മൾ നോക്കുക, തുടക്കത്തിൽ നിങ്ങൾക്ക് ദോഷസ്ഥിതിയാണ്. മകരക്കൂറുകാർക്ക് പറഞ്ഞതുപോലെയുള്ള ഒരു ദോഷസ്ഥിതിയുണ്ട്. കർമ്മരാശിയിൽ കേതു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണെന്നും കർമ്മസ്ഥാനം തൊഴിൽ സ്ഥാനത്ത് ദോഷങ്ങളുള്ള സമയമാണെന്നും അതുപോലെയുള്ള ഒരു സമയമാണെന്നും 4-ാം ഭാവമായിട്ടുള്ള ഗൃഹസ്ഥാനം മനസ്സിന്റെ സ്ഥാനമായിട്ടുള്ളടത്ത് ശനി. അങ്ങനെ പൊതുവിൽ ജൂൺ മാസം വരെയുള്ള ഫലസിദ്ധി നിങ്ങൾക്കും ഒരു പ്രതികൂല സ്ഥാനത്തേക്കാണ് ആദ്യത്തെ ഫലസിദ്ധി കാണുന്നത്. അത് കഴിഞ്ഞാൽ ഒരു എടുത്തുചാട്ടം പോലെ ഒരു അനുകൂല ഭാവം, ധനപുരോഗതി, പല വിധത്തിലുള്ള ധനപുരോഗതി. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ബിസിനസ്സിൽ വലിയൊരു നേട്ടം, മനസ്സിന് വലിയൊരു സന്തോഷം, തീർത്ഥാടനം പോകാനും യാത്രകൾ പോകാനും ഒക്കെയുള്ളൊരു അതിശയകരമായിട്ടുള്ളൊരു മുൻ ഒരുക്കം വരാൻ പോകുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് വിശാഖത്തിന്റെ കാല്, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികക്കൂറുകാർ. പക്ഷേ ആദ്യ 6 മാസം ആദ്യ പകുതി കുറച്ച് ദോഷഫലസിദ്ധിയാണ് പറയുന്നത്. നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫലസിദ്ധി നോക്കിയിട്ട് പറയാം. ഇത്രയും കാര്യമാണ് നിങ്ങളുടെ ഗൃഹസ്ഥിതി അനുസരിച്ച് പറയാനുള്ളത്. വൃശ്ചികക്കൂറുകാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതി കുറച്ച് ദോഷങ്ങളും സംഘർഷങ്ങളും മനക്ലേശങ്ങൾ, സ്വസ്ഥതക്കുറവ്, പാഴ്ചെലവുകൾ എല്ലാം അതിജീവിക്കേണ്ടതായിട്ട് വരുമെന്നും കാര്യങ്ങളെല്ലാം നമ്മുടെ വരുതിക്കുള്ളിലാക്കാൻ കുറച്ച് അശ്രാന്തമായിട്ടുള്ള പരിശ്രമങ്ങൾ വേണ്ടി വരുമെന്നും അതുപോലെ തന്നെ പലവിധത്തിലുള്ള നിയമനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വർഷം നിങ്ങൾക്ക് ജൂൺ മാസത്തോടു കൂടിയുള്ള കാലഘട്ടത്തോടുകൂടി അനുകൂലം വരാനിരിക്കുന്നതിൻ്റെ പേരിലുള്ള കർമ്മഗുണങ്ങൾ, തൊഴിൽ ഗുണങ്ങളൊക്കെ പറഞ്ഞ ഗുണഫലങ്ങൾ, നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം അത്യധികമായി അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്നും ഗൃഹനിർമ്മാണം, പ്രണയം, വിവാഹം, തൊഴിൽ, സാമ്പത്തികം, മനസ്സ്, സന്താനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്താനങ്ങൾ എല്ലാം വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴുള്ള ദോഷസ്ഥിതി പ്രകാരം വ്യാഴം അഷ്ടമത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു പൂജ ചെയ്യുക, അതുപോലെ തന്നെ രോഗാരിഷ്ടതകൾ വന്നു ചേരാനുള്ള കാര്യങ്ങൾ കൊണ്ട് ധന്വന്തരി മന്ത്രാർച്ചന ചെയ്യുക, അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ലക്ഷ്മി വിനായക മന്ത്രം ചൊല്ലിക്കൊണ്ട് ഗണപതി ഹോമം ചെയ്യിച്ചാൽ അത്രയധികം നല്ലതായിരിക്കും. നാഗദൈവങ്ങൾക്ക് 100 പാലും മഞ്ഞൾപ്പൊടി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങാമാല ചാർത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിൽ വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഒരു 6 മാസ കാലഘട്ടം കൂടിയാണ് നിങ്ങൾക്ക് നടന്നു വരുന്നത്. പറ്റുമെങ്കിൽ ഒരു 6 മാസമായിട്ടുള്ള എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അമ്പലങ്ങളിൽ ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ധനുക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. ധനുക്കൂറുകാർക്ക് നേരെ വിപരീത ഫലസിദ്ധിയാണ്. ഇപ്പോൾ വളരെയധികം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണെന്നാണ് ജ്യോതിഷം. പുതുവർഷം വളരെയധികം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പുതുവർഷത്തിന്റെ പകുതിയോടുകൂടി ജൂൺ മാസത്തോടുകൂടി നിങ്ങൾക്ക് പ്രതികൂല അവസ്ഥയിലോട്ടാണ് വ്യാഴത്തിന്റെ സ്ഥിതി മാറാൻ പോകുന്നത്. ഒരു വർഷത്തേക്ക് അഷ്ടമരാശിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനമായ 7-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർക്ക് സൂര്യനും ചൊവ്വയും ഇപ്പം ലഗ്നത്തിലുണ്ട്. അത് വളരെയധികം നല്ലതാണ്. കാരണം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ അധിപനാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ മനസ്സിന്റെ അധിപനായിട്ടുള്ള ചൊവ്വയും നിൽപ്പുണ്ട്. നിങ്ങളുടെ ലഗ്നത്തിന്റെ, ചന്ദ്രലഗ്നത്തിന്റെ അധിപനും 4-ാം ഭാവത്തിന്റെ അധിപനുമായിട്ടുള്ള വ്യാഴം നിങ്ങളെ ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ആദ്യ പകുതി വളരെയധികം ആനുകൂല്യങ്ങൾ, തൊഴിൽ ഗുണങ്ങൾ, ധനയോഗങ്ങൾ, ഭാഗ്യവർദ്ധനവുകൾ, അതുപോലെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട് തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും മരുന്നുമായിട്ടുള്ള മേഖലകളിലും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വരുന്ന ജൂൺ മാസം വരെ എന്നുള്ളതും. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് പ്രതികൂലമായിട്ട് സഞ്ചരിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുന്നു. നിലവിൽ കേതു ഭാഗ്യത്തിന്റെ സ്ഥാനത്ത് പോയി നിൽക്കുന്നു. 3-ാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്ത് രാഹു നിൽക്കുന്നു. കണ്ടകശിനി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൊതുവിലുള്ള ജൂൺ മാസം കഴിഞ്ഞുള്ള ഫലസിദ്ധി കുറച്ച് സൂക്ഷിക്കണം. അതിനായി നിങ്ങൾ നിങ്ങളുടെ ജാതകപ്രകാരം സ്ഥിരമായി വിഷ്ണു ഭഗവാനെ പൂജിക്കുക. ഭാഗ്യത്തിന്റെ അധിപനായത് എപ്പോഴും സൂര്യനായതിനാൽ നിങ്ങൾ ശിവപൂജ ചെയ്യുക. നിങ്ങളുടെ ജാതകപ്രകാരം മനസ്സിന്റെയും സന്താനത്തിന്റെ അധിപൻ എപ്പോഴും ചൊവ്വയായതിനാൽ നിങ്ങൾ ഭദ്രകാളി ദേവി പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട വഴിപാടുകളാണ് നീലാഞ്ജനം വിളക്ക്, ശനീശ്വര പൂജ, എള്ളുപായസം, ഹനുമാൻ സ്വാമി പൂജകളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പം ഇത്രയും ആളുകളുടെ ഫലസിദ്ധി നമ്മൾ പറഞ്ഞു. ഈ 2 കൂറും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് കുംഭക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. കുംഭക്കൂറുകാർക്കും ഈ പറഞ്ഞ ധനുക്കൂറുകാർക്കും ഫലസിദ്ധി ഒരുപോലെ വരുന്നൊരു കാലഘട്ടമാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുംഭക്കൂറുകാർക്ക് വ്യാഴം നേരെ അവർക്ക് ഇവിടെ ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്.
അവിട്ടത്തിൻ്റെ അര ചതയം പൂരുരുട്ടാതി മുക്കാലുകാർക്ക് 7.5 കണ്ട കാല ശനി ഉണ്ട്. രാഹു ജന്മത്തിലൂടെ സഞ്ചരിക്കുന്നു. ധനത്തിൻ്റെ സ്ഥാനത്ത് ശനി, മനസ്സിൻ്റെയും സന്താനത്തിൻ്റെ സ്ഥാനമായ നല്ല സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു. ഭാര്യാസ്ഥാനമായ ഐശ്വര്യസ്ഥാനമായിട്ടുള്ളിടത്ത് കേതു സഞ്ചരിക്കുന്നു. അതൊരു ദോഷമായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഗുണവും ദോഷവും സമ്മിശ്രമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവിട്ടത്തിൻ്റെ അരയും ചതയം പൂരുരുട്ടാതി മുക്കാലുകാരും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു എന്താ പറയുന്നേ, ഒരു ഇടിത്തി പോലെ വ്യാഴത്തിൻ്റെ രാശിമാറ്റവും കൂടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ വിഷ്ണു ഭഗവാന്റെ പൂജകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കുമെന്നും, ഭാര്യ കുടുംബ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഗണപതി ഹോമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നാഗദൈവ പ്രീതി വരുത്തുക, നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ സ്ഥിരമായി ചെയ്യുക. ശനിദേവന്മാരെ പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹങ്ങളാണ് അവിട്ടത്തിൻ്റെ അര ചതയം പൂരുരുട്ടാതി മുക്കാല് വരുന്ന നിങ്ങളെപ്പോഴും. കാരണം നിങ്ങൾക്കിടെ ചന്ദ്രലഗ്നത്തിൻ്റെ അധിപൻ ശനിയാണ്. അപ്പോൾ ജൂൺ മാസം വരെയുള്ള അനുകൂല ഫലം, അത് കഴിഞ്ഞാൽ പ്രതികൂല ഫലസിദ്ധി വരാനുള്ള സാധ്യതയുള്ളതിനാൽ പ്രതികൂല ഫലസിദ്ധി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂറായിട്ട് നമ്മൾ ജാമ്യം എടുക്കുന്ന പോലെ തന്നെ മുൻകൂറായിട്ട് തന്നെ പൂജകൾ ചെയ്ത് വഴിപാടുകൾ ചെയ്ത് ഒരു ക്രമത്തിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാര്യങ്ങളൊന്നും നമ്മളെ ഏക്കാതെ മുന്നോട്ട് പോകും. അപ്പോൾ അടുത്തതായിട്ട് മീനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. മീനക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? പൂരുരുട്ടാതികാർ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാരിൽ വരുന്നവർക്ക് ജന്മശനി, കണ്ടകശനി, 7.5 കണ്ട കാലശനി ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇത് ബാധിക്കാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ മനസ്സിന് പല വിധത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ, വിഷമതകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, അരിഷ്ടതകൾ, ചിന്തകൾ ഒക്കെ ഉണ്ടാകാൻ, ഡിപ്രഷൻ ഉണ്ടാകാൻ ഒക്കെയുള്ള ഒരു സമയം കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ശനി കൂടെ നിൽക്കുകയാണ് എപ്പോഴും. അപ്പം ഒരു വിധത്തിലല്ല, ഒരിടത്തുനിന്ന് ശരിയാക്കിക്കൊണ്ട് വരുമ്പോൾ അടുത്തടുത്ത് പണി കിട്ടുന്ന പോലെ ദോഷങ്ങൾ വരുന്നൊരു സമയം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ദശയിലൂടെയാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് വ്യാഴം നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, അത് അത്ര ഗുണകരമല്ല. അത് 2027 ജൂണിലേ വരത്തുള്ളൂ. 2026 ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം ഇപ്പോഴുള്ളതിൻ്റെ ഡബിൾ ഫലസിദ്ധിയിലേക്ക് വരാൻ പോവുകയാണ്. ആർക്ക്? മീനക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം വരെ. അപ്പോൾ ഇപ്പോഴും പ്രതികൂലമല്ലെങ്കിൽ പോലും അതിനേക്കാൾ ഇരട്ടി ഗുണം വരുന്ന ഒരു സമയമാണ്. നേരത്തെ പറഞ്ഞ അരിഷ്ടതകൾ നിപ്പുണ്ട്. ധനനഷ്ടങ്ങൾ, പാഴ്ചെലവുകളൊക്കെ വർദ്ധിച്ചു നിൽക്കുക, യാത്രാക്ലേശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, മനസ്സിന് ശാന്തിയില്ല, സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയുണ്ട്, ധനയോഗമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം, ഒരു സാത്വികമായ മാറ്റം വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൂടാതെ തന്നെ നമുക്കിപ്പം രാഹുകേതുക്കളുടെ ഒരു മാറ്റം വരുന്ന സമയമാകുമ്പോഴത്തേക്കിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. അതിപ്പോൾ ഉടനെ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം മീനക്കൂറുകാർക്ക് നമുക്ക് എന്താണ് നോട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, അത് പറയാം. വൃശ്ചികം, ധനു, കുംഭക്കൂറുകാരുടെ നേരത്തെ ഒന്നും പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത കാര്യം പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും കുംഭക്കൂറുകാർക്ക്. അതുപോലെ തന്നെ പല രംഗത്തും വിജയപ്രതീക്ഷകൾ നമുക്ക് കൈവരുമെന്നും, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പല പ്രതിസന്ധികളും അത് ഈ 6 മാസത്തിന് ശേഷമുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യം തന്നെയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കാര്യമില്ല. അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് മീനക്കൂറുകാരുടെ ഫലസിദ്ധി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീനക്കൂറുകാർക്ക് ഈ പറയുന്ന രീതിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ ഡബിൾ നേട്ടം വരാനുള്ള സാധ്യത, മനഃശാന്തി, സന്താനങ്ങൾക്ക് മേൽഗതി, ഇതെല്ലാം വന്നു ചേരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെ? ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ ഡബിളായിട്ട് ഈ വരുന്ന കർക്കിടക മാസത്തിലേക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റ ഫലസിദ്ധി അല്ല പറയുന്നെങ്കിലും 2026 പൊതുവിലുള്ളൊരു ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു വർഷഫലത്തെക്കുറിച്ചാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളെക്കാളും ഡബിളായിട്ട് സഞ്ചരിക്കാനുള്ള ഗുണമുണ്ടാകും. വാഹനങ്ങളൊക്കെ മാറിയെടുക്കാനും പുതിയ വാഹനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള അനുഭവിച്ചു വന്നിരിക്കുന്ന വൈഷമ്യങ്ങൾ, വിഷമതകൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദീർഘകാലമായിട്ട് ചിലപ്പോൾ 3, 4, 5 വർഷമായിട്ട് ചില പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ദാമ്പത്യമാകാം, കേസ് ആകാം, തൊഴിലിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. ഇതെല്ലാം ഒന്നും മാറി വരാനുള്ള സാധ്യത പറയുന്ന ഒരു പുതുവർഷമാണ് മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. സന്താന ഭാഗ്യം ഉണ്ടാകും, കുട്ടികൾക്ക് മേൽഗതി ഉണ്ടാകുമെന്നും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം അനുകൂലമായിട്ട് വരുമെന്നും, പ്രണയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും, അതുപോലെ തന്നെ വസ്തുവകകളൊക്കെ കൈവന്നു ചേരാനുള്ള സാധ്യതയുണ്ടെന്നും, ഐശ്വര്യം വർദ്ധിക്കുമെന്നും ഈ വർഷത്തെ പൊതുഫലസിദ്ധി പറയുന്നുണ്ട്. അപ്പോൾ ഈ പൊതുവർഷ ഫലസിദ്ധി പറയുന്നതിൽ നിന്നും നമുക്ക് വളരെയധികം ആനുകൂല്യമായിട്ടുള്ള നേട്ടങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക,
നമുക്ക് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും നമുക്ക് ഇത് നോക്കി തന്നെ ഫലസിദ്ധി പറയാൻ പറ്റും. നിങ്ങൾ ശനീശ്വര പൂജ, അതുപോലെ തന്നെ ഹനുമാൻ പൂജ, വായുപുത്രനായിട്ടുള്ള ഹനുമാൻ പൂജ ചെയ്യുക, ഗണപതി ഹോമം കാര്യമായിട്ട് ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തി പ്രാർത്ഥിക്കുന്നതും, നിങ്ങളുടെ ജാതകപ്രകാരം 6ാം ഭാവത്തിൻ്റെ ആധിപത്യം ശത്രു രോഗസ്ഥാനത്തൊക്കെ എപ്പോഴും സൂര്യനായതിനാൽ നിങ്ങൾ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ട ഒരു നക്ഷത്രക്കാരാണ് ഉരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർ. അപ്പം ഇത്രയും രാശിക്കാരുടെ ഫലസിദ്ധി പറഞ്ഞു. ഇനി നമ്മൾ നേരെ ഇടവത്തിലേക്ക് വരിക. ഇടവത്തിൽ ആരൊക്കെയുള്ളത്? കാർത്തിക, മുക്കാലി, രോഹിണി, മകേരത്തിൻ്റെ അരക്കാരായിട്ടുള്ളവർക്ക് ധനത്തിൻ്റെ സ്ഥാനത്ത് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്നിട്ട് 3ാം ഭാവമായിട്ടുള്ള കുറച്ച് ഭാഗ്യം കുറഞ്ഞു നിൽക്കും. ഇത്രത്തോളക്കാളും ഫലം കുറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് വ്യാഴത്തിൻ്റെ രാശി 2026 ജൂണിൽ മാറാൻ പോകുന്നത്. അതുകൂടാതെ പുതുവർഷ ഫലസിദ്ധി എന്ന് പറയുന്നത് നമുക്ക് 4ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതി അത്ര ഗുണകരമല്ല. കർമ്മരാശിയിലെ രാഹുവിൻ്റെ സ്ഥിതിയും നല്ലതല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ത്രികോണം ഇവിടെ കാണുന്നുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പം വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം ധനസ്ഥ നിൽക്കുന്നുണ്ട്. ധനപരമായിട്ടുള്ള പുരോഗതി, നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്ന ഒരു 6 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. എങ്കിലും കർമ്മപരമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മളെ പലവിധത്തിൽ അലട്ടിക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലസിദ്ധി ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് പറയാം. ഇടവക്കൂറുകാർക്ക് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള നേട്ട സമയമാണെന്നും, അതുപോലെ തന്നെ കായിക കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പോലീസ്, യൂണിഫോമുള്ള തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു അനുകൂലമായിട്ടുള്ള പുതുവർഷമാണ് വരാൻ പോകുന്നത്. ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ നല്ല രീതിയിലൊരു മാറ്റം 2026 വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹ വിഷയങ്ങളിൽ ഒരു സാധ്യത നല്ല രീതിയിൽ ഉണ്ടാകും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നെന്നും, കർമ്മരേഖ മേഖല വളരെയധികം ഉത്തമമായിട്ട് വരിക, ബിസിനസ്സിൽ അത്യപൂർവമായിട്ടുള്ള ലാഭം നേടുക, അഭിവൃദ്ധി ഉണ്ടാവുക, കുടുംബ അന്തരീക്ഷം ആദ്യ പകുതിക്ക് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ ജൂൺ മാസം മുതൽ വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. വ്യാഴത്തിൻ്റെ രാശിമാറ്റങ്ങളുണ്ട്. അപ്പം സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തീർക്കപ്പെടുമെന്നും, ഈശ്വരാധീനത്താൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വർഷമാണ്, പുതുവർഷമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നമ്മൾ ഒറ്റയടിക്ക് 12 മാസത്തെയും ഫലസിദ്ധി അല്ല പറയുന്നത്, പുതുവർഷത്തിലെ ആദ്യത്തെ ഒരു നോട്ടം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗദൈവങ്ങൾക്ക് 100 പാലും വഴിപാട് ചെയ്യുക, ആയില്യം പൂജ നടത്തുക, അങ്ങനെയുള്ള വഴിപാട് ചെയ്യുക. അഷ്ടദ്രവ്യമായിട്ടുള്ള ഗണപതി ഹോമം ഗൃഹത്തിൽ വെച്ചോ കുടുംബത്തിൽ വെച്ചോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്ത് പ്രാർത്ഥിക്കുക. ശനിയുടെ ദോഷങ്ങളൊന്നും വലുതായിട്ട് ബാധിക്കുന്നില്ലാത്ത സമയമാണെന്നും തന്നെയല്ല, ശനി ദോഷം നിങ്ങൾക്ക് ഇല്ലാത്തൊരു നക്ഷത്രക്കാരാണ് ഈ പറയുന്ന കാർത്തിക, മുക്കാലി, രോഹിണി, മകേരത്തിൻ്റെ ഇടക്കാര്. നിങ്ങൾക്ക് യോഗകാരകനായ ശനി ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജാതകപ്രകാരം ലാഭത്തിൻ്റെ അധിപനും കൂടാണ് വ്യാഴം. ലാഭത്തിൻ്റെ അധിപതിയായിട്ടുള്ള വ്യാഴം ധനത്തിൻ്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്നത് എപ്പോഴും അത്യപൂർവമായിട്ടുള്ള ധനനേട്ടം വരുന്നൊരു കാലഘട്ടമായിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ മാറ്റമാണ് ഈ വരുന്ന ജൂൺ മാസം മുതൽ വരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റ് ഗ്രഹങ്ങളെ കൊണ്ട്, ഈ 2 ഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ട് കാര്യമായിട്ട്. അതൊന്ന് പരിഹരിക്കാൻ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക, നാഗദൈവങ്ങൾക്ക് പ്രീതി ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മിഥുനം. മകേരത്തിൻ്റെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാല് വരുന്ന മിഥുനക്കൂറുകാർക്ക് നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ അധിപനും 7ാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം നിലവിൽ നിങ്ങൾക്ക് ജന്മത്തിൽ സഞ്ചരിക്കുന്ന ഒരു അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയാണ്. തൊട്ടടുത്തത് ഇനി ധനസ്ഥാനത്തേക്കാണ് വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം. അതുകൂടാതെ നിങ്ങൾക്ക് നിലവിൽ 3ാം ഭാവത്തിൽ കേതു, ഭാഗ്യസ്ഥാനത്ത് രാഹു, കർമ്മരാശിയിൽ ശനി എന്നൊക്കെ നിൽക്കുന്ന ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗുണദോഷ ഫലസിദ്ധി സമൃദ്ധിയിൽ നിന്നും ധനപുരോഗതി ആദ്യമായിട്ട് അങ്ങ് നേട്ടം വരാൻ പോവുക. അപ്പോൾ ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ധനത്തിലേക്ക് വരുമ്പോൾ, ധനത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ കുറച്ച് കാര്യമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് വർദ്ധിച്ചു വരാൻ പോകുന്ന ഒരു പുതുവർഷമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ദോഷപരമായിട്ട് നിൽക്കുന്ന ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധി എന്ന് പറഞ്ഞ് വരാൻ കാര്യം ഭാഗ്യത്തിൻ്റെ സ്ഥാനം. അപ്പോൾ പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതി വരുത്തി പ്രാർത്ഥിക്കുകയും, മാതാവിൻ്റെ കുടുംബക്ഷേത്രം, അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഗണപതി ഭജനം ചെയ്യുന്നതും, കർമ്മരാശിയിൽ നിൽക്കുന്ന ശനിയുടെ ദോഷം മാറാൻ ഹനുമാൻ സ്വാമി പൂജ, നീലാഞ്ജനം വിളക്ക് പോലുള്ള വഴിപാടുകളും ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള ദോഷങ്ങൾക്കും പ്രതിവിധിയായി മാറും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധി തന്നെയാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞു, സ്ഥിതികൾ, ഗ്രഹങ്ങളുടെ സ്ഥിതി പറഞ്ഞു. നമുക്ക് പ്രതികൂല രാശിയിലൊക്കെയാണ് പല ഗ്രഹങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മരാശിയിൽ ശനി നിൽക്കുവാണ്, 3ാം ഭാവത്തിലെ കേതു, അതൊന്നും നമുക്ക് നല്ലതല്ല. ഭാഗ്യസ്ഥാനത്തെ രാഹു ഒക്കെ നമുക്ക് ദോഷമായിട്ടാണ് നിൽക്കുന്നത്.
അപ്പോൾ ഇത്രയും പേരുടെ ഫലസിദ്ധി പറഞ്ഞു, കർക്കിടകത്തിൻ്റെ പറഞ്ഞു. ഇനി നമുക്ക് ഈ 2 കൂറുകാരുടെ ഫലസിദ്ധിയൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ മകം പൂരം ഉത്തരത്തിക്കാലുകാർ പൊതുവിൽ വിഷമത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരോട് നമുക്ക് വിഷമം ഉണ്ട്. കാരണം അഷ്ടമശനി നടക്കുന്നു, ജന്മത്തിൽ കേതുവുണ്ട്, 7ാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്, വ്യാഴം ഇപ്പോൾ ലാഭസ്ഥാനത്താണെങ്കിലും ഈ കക്ഷീനി അടുത്ത വരുന്നത് നമുക്ക് 12ാം ഭാവത്തിലേക്ക് മറിഞ്ഞാനുള്ള ഒരു സ്ഥിതിയും കൂടെ കാണിക്കുന്നൊരു വർഷമാണ് വരുന്നത്. ഇതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്ഥിരമായിട്ട് ഗണപതി ഭജനം കാര്യമായിട്ട് ചെയ്യുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ജന സന്നിഫലം ബോധനം വിശാലക്ഷം വന്ദേഹം ഗണനായകം എന്ന് പറഞ്ഞ് ഗണപതി ഹോമം ചെയ്ത് ഗണപതിക്ക് നാളികേരം ഉടച്ച് വെള്ളിയാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥനയും പൂജയും ചെയ്ത് എല്ലാ മാസവും നാഗദൈവങ്ങൾക്ക് വഴിപാട് ചെയ്ത് വിഷ്ണു പൂജയും ചെയ്ത് അഷ്ടമശനി ഉള്ളതിനാൽ നീലാഞ്ജനവും ഹനുമാൻ സ്വാമി പൂജയും ചെയ്ത് പ്രാർത്ഥന ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള കഷ്ടങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അരിഷ്ടതകളും വിട്ടുകൊഴിഞ്ഞു മാറും എന്നാണ് നമ്മളോട് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. മിഥുനം, കർക്കിടകം കൂറുകാർ, ചിങ്ങക്കൂറുകാർക്ക് അപ്പം നിക്ഷേപം, അതുപോലെ തന്നെ ഓഹരി വ്യാപാരം, അതുപോലെയുള്ള എന്തെങ്കിലും കരുതുന്ന കാര്യങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. ഭാവിയിലേക്ക് കരുതി എന്തെങ്കിലും നിക്ഷേപിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെയധികം സൂക്ഷ്മത വേണം. അതുപോലെ തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ ബുദ്ധിമുട്ടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് വ്യാഴത്തിൻ്റെ രാശി മാറ്റം വരുന്നതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വ്യാഴം ഇങ്ങോട്ട് മാറുന്നതിനാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് ഈ ചിങ്ങക്കൂറുകാർക്ക് 4ാം ഭാവത്തിലേക്ക് വരും. അതുകൂടാതെ നിങ്ങളുടെ ശനിയിലോട്ട് അഷ്ടമശനിക്ക് ഒരു മാറ്റം വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റത്തെ കൊണ്ട് നമുക്ക് ഭാഗ്യം വർദ്ധിക്കുക, ധനയോഗം വരിക, വിവാഹമംഗളാദി കാര്യങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ രോഗശമനം ഉണ്ടാവുക, മനസ്സിന് ശാന്തി ഉണ്ടാവുന്ന കാര്യങ്ങളൂടി വ്യാഴം 12ൽ വരുന്നുണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ മറ്റ് സ്ഥാനങ്ങളിലേക്കുള്ള ദൃഷ്ടികൾ കാരണം രോഗം ശമിക്കുക, ഭാഗ്യം വർദ്ധിക്കുക, വിവാഹാദി മംഗള കാര്യങ്ങൾ ഉണ്ടാവുക, അപ്രതീക്ഷിത ധനയോഗം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷമതകളിൽ നിന്നൊരു ആശ്വാസം ലഭിക്കുന്ന 2026 നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ പരിഹാരം പറഞ്ഞിട്ടുള്ളത് ചെയ്യുക. നാഗദൈവപ്രീതി, ഗണപതി ഹോമം, വിഷ്ണു പൂജ, ഹനുമാൻ സ്വാമി പൂജ, നീലാഞ്ജനം വിളക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ലാസ്റ്റ് കന്നിക്കൂറ്. കന്നിക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാരുടെ അവസ്ഥ വളരെ അധികം ഗുണപരമായ വർഷമാണ് 2026 വരാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ കർമ്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം വന്നിട്ട് നിങ്ങൾക്ക് ലാഭസ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. പക്ഷേ ലാഭത്തിൻ്റെ നഷ്ടസ്ഥാനമായിട്ടുള്ളടത്ത് കേതു നിൽപ്പുണ്ടെന്നും കണ്ടകശിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശത്രുസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയുള്ള ഒരു കാലഘട്ടമാണ് പുതുവർഷം ആരംഭിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ധനലാഭം വന്നു ചേരുമെന്നും മഹാഭാഗ്യ യോഗം വന്നു ചേരുമെന്നും രാജയോഗം അനുഭവത്തിൽ വന്നു ചേരുമെന്നും അതുപോലെ തന്നെ നമുക്ക് കിട്ടാതെ കിടക്കുന്ന ധനയോഗം, കിട്ടാതിരിക്കുന്ന ധനങ്ങളൊക്കെ വന്നു ചേരാനും ലാഭം വർദ്ധിക്കാനും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുരോഗതിയും മേൽഗതിയും നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറ്റവും അനുകൂലമായിട്ട് 2026 പുതുവർഷം പറയുന്നുണ്ട്. അപ്പോൾ 12 നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറാൻ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നാഗങ്ങൾക്ക് നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് അവിടെ വിളക്ക് കത്തിച്ച് നെയ്യൊഴിച്ച് വിളക്ക് കൊണ്ട് പ്രാർത്ഥനകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ നീലാഞ്ജനം വിളക്കും ഹനുമാൻ സ്വാമി പൂജകളൊക്കെ ചെയ്ത് ശനിദോഷങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു പുതുവർഷമാണ് പറയുന്നത്. അപ്രതീക്ഷിത ധനയോഗം, വിചാരിക്കാതെ കിട്ടുന്ന ധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മഹാഭാഗ്യയോഗങ്ങൾ, അതുപോലെ തന്നെ മംഗല്യ പുരോഗതികൾ ഒക്കെ വരാനുള്ള. കാരണം വ്യാഴം ഇവിടെ വന്നു കഴിഞ്ഞാൽ വ്യാഴം നിങ്ങളുടെ കുടുംബസ്ഥാനത്തേക്ക് ഒരു നോട്ടം വരും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ 6ാം ഭാവമായിട്ടുള്ള ഈ സ്ഥാനത്തേക്ക് ഒരു നോട്ടം വരും. ഇവിടെ അല്ല, 7ാം ഭാവമായിട്ടുള്ള ഐശ്വര്യസ്ഥാനത്തേക്കൊരു നോട്ടം വരും. അപ്പം ലാഭസ്ഥാനത്തേക്ക് വരുന്നു. നമുക്ക് നേരെ ഇവിടത്തേക്ക് നോട്ടം വരുന്നുണ്ട്. 5ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം, സന്താനസ്ഥാനത്തിൻ്റെ ഭാഗത്തേക്കും വ്യാഴത്തിൻ്റെ നോട്ടം വരുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ നമുക്ക് 2026 ഫലസിദ്ധി പറയുവാണെങ്കിൽ ശുഭഗ്രഹങ്ങളായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടുള്ള അനുകൂല ഫലസിദ്ധിയും അതുപോലെ തന്നെ നമ്മുടെ ജാതകപ്രകാരം ഇങ്ങനെ ഈ രാശിയിൽ കൂടെയാണ് ശുക്രനും ബുധനും സൂര്യനും ചൊവ്വയും സഞ്ചരിക്കുന്നത്. അപ്പോൾ പൊതുവിലുള്ള 6 മാസം കഴിഞ്ഞാലും നമുക്ക് ഗുണകരമായിട്ടുള്ള ഫലസിദ്ധിയാണ് പൊതുവിൽ പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്താണോ പരിഹാരം പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ സമയമുണ്ടെങ്കിൽ മാത്രം മറുപടി തരാവുന്നതാണ്. നന്ദി, നമസ്കാരം.